എല്ലാ രാജ്യത്തും പണിക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ സൗദി അറേബ്യയിൽ ഇങ്ങനെയാണ്. ഒട്ടുമിക്ക വീടുകളിലും പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇന്ന് പോയ വീട്ടില് ഇവിടുത്തെ ടോയ്ലറ്റ് ഒക്കെ സ്മാർട്ട് ടോയ്ലറ്റ് ആണ്. ഇവിടുത്തെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റേജിലേക്ക് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്, ക്ലോസ് ആവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇലക്ട്രോണിക് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ ഈ സോനോൾഡ് വാൾവിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് മാറ്റി കൊടുത്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. അപ്പം പതിവ് പോലെ തന്നെ നമ്മളോട് പറഞ്ഞു പുറകുന്നൊരു വിളി പോലട്ടോന്ന്. ഞാൻ ചോദിച്ചു എന്തേന്ന്, അത് വെയിറ്റ് ചെയ്യുന്ന അങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കട്ടെ. എന്തിനാ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നല്ല ഊഹമുണ്ട്. കാരണം ഇവന്റെ ഉപ്പന്റെ വീട്ടിൽ നമ്മൾ പഴയ കസ്റ്റമർ ആട്ടോ. എപ്പം പണിക്ക് പോയി കഴിഞ്ഞാലും എന്റെ ഉപ്പ പോകാൻ നേരത്തെ ഒരു ഗിഫ്റ്റ് നമുക്ക് എന്തായാലും എടുത്തരും. അത് മക്കള് കണ്ട് മക്കളെ വീട്ടിൽ പോയപ്പോഴും അവരും ഇതിങ്ങനെ അനുകരിക്കുകയാണ്. ഏതായാലും നമ്മളെ ദേശീയ പാനീയാട്ടോ ഗഹ്വ. അതങ്ങനെ എന്തൊക്കെയുള്ള നോക്കാം നമുക്ക്. ഒരു പാക്കറ്റ് ഈ ഗാവന്റെ കൂടെ തിന്നാൻ പറ്റിയല്ല. ഫ്രഷ് ഈത്തപ്പഴട്ടോ, ഈ കൊല്ലത്തെ ഫ്രഷ് സാധനം. മാഷാ അല്ലാഹ്, കഴിക്കാൻ ആഗ്രഹിച്ച സാധനം. ഉദ്ഘാടനം ആയിക്കോട്ടെ. അടുത്തത് എന്താണ്, 2 ഗ്ലാസ് വെള്ളം, 2 കുപ്പി വെള്ളം ഉണ്ടാവും. ചിലയിടത്തും ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ചായ കൂട്ടാനുള്ള ബിസ്ക്കറ്റ്, ഇതൊക്കെ ഫ്രഷ് സാധനങ്ങളാട്ടോ. ചൂടുള്ള നല്ല വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതിൽ. പിന്നെ കുറച്ച് ആപ്പിള്, മുന്തിരി, ക്യാപ്സിക്കം, പക്കിരി, ഇത് ഫ്രഷ് സാധനങ്ങളുണ്ടാവും കേട്ടോ. നല്ല ഫ്രഷ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. കണ്ടില്ലേ, സൗദി അറേബ്യയിൽ പണിയെടുത്തുള്ള ഗുണത. പണിക്കൂലിയും കിട്ടും, ഗിഫ്റ്റും കിട്ടും, പോരാത്തതിന് അവസാനം പ്രാർത്ഥനയും കിട്ടും. പ്രാർത്ഥന ഇല്ലാതെ ഒരു കൂലി പോലും നമുക്ക് കിട്ടിയിട്ടോ സൗദി അറേബ്യയിൽ.